നിലമ്പൂരിൽ പോർ ചിത്രം തെളിയുമോ ഇന്ന് എന്നാണ് അറിയേണ്ടത്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പിതാവിന്റെ ഖബറിടത്തിലെത്തിക്കൊണ്ട് ഇന്ന് വൈകാരികമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടത്. ഏതായാലും LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നുകൂടി അല്പസമയത്തിനകം തീരുമാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. CPM നേതൃയോഗങ്ങൾ ചേരാൻ പോകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ എത്തിയിട്ടുണ്ട്. P. ഷബീർ, ഷെറോണ റോയ്, തോമസ് മാത്യു ഈ 3 പേരുകൾ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF സ്ഥാനാർത്ഥിയെ നോക്കിയല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതെന്നാണ് MV ഗോവിന്ദൻ അല്പസമയം മുൻപ് പറഞ്ഞത്. മാത്രമല്ല ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കണം എന്ന് ആരാണ് പറഞ്ഞത് എന്നുകൂടി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ശരിയാണ്, പക്ഷേ UDF സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിയ നിലയ്ക്ക് പെട്ടെന്ന് തന്നെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. P. ഷബീർ, ഷെറോണ റോയ്, തോമസ് മാത്യു എന്നിവരാണ് പരിഗണനയിൽ. നേരത്തെ തോമസ് മാത്യുവിന്റെ പ്രതികരണം VS രഞ്ജിത്ത് തേടിയിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് തന്നെയാണ് തോമസ് മാത്യു പറഞ്ഞത്. അദ്ദേഹം മത്സരത്തിന് സന്നദ്ധനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനായിരിക്കുമോ അതോ ഷെറോണ റോയ്, P. ഷബീർ വനിതയെ കളത്തിലിറക്കുമോ എന്നുകൂടി അറിയണം. സാനിയോ മനോമിയുണ്ട്, അതാണ് ചോദ്യം. സാനിയോ, ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനപ്പുറം ആരെ പരിഗണിക്കുന്നു, ആർക്കാണ് കൂടുതൽ സാധ്യത എന്നതാണ്. അതായത് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, സ്ഥാനാർത്ഥിയെ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്നുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ യോഗത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർ എത്തുന്നു. യോഗം തുടങ്ങാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? അല്ല, ഇത് സംഘടനാപരമായ കാര്യങ്ങൾ പ്രധാനമായിട്ട് ആലോചിക്കുന്നത്. സ്ഥാനാർത്ഥി ഉണ്ടാവണം നിർബന്ധമില്ല. ഇല്ല, അത് കൂടി ആലോചിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് സംഘടനാപരമായ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞങ്ങളെന്നാണ്. സംഘടനാപരമായ കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു യോഗം എന്ന് വെച്ചാൽ അല്ല, UDF സ്ഥാനാർത്ഥി നേരത്തെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. അത് ആദ്യം ഇറക്കിയാണെന്നല്ലേ ജയിക്കുക. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. ഏതായാലും യോഗത്തിന് നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ട് എത്തുകയാണ്. MV വിജയരാഘവൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്ന് നടക്കും. പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കുമോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇന്ന് ചർച്ച നടക്കുമെന്ന് തന്നെയാണ്. അതേസമയം ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞതായിരുന്നു നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. LDF സ്ഥാനാർത്ഥി ആരെന്ന് നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. UDF സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രചാരണം തുടങ്ങിയെങ്കിൽ അതിനു മുൻപ് തന്നെ ഞങ്ങൾ പ്രചാരണം തുടങ്ങിയതാണ്, ഞങ്ങൾ നേരത്തെ തന്നെ പ്രചാരണ പരിപാടികളിൽ സജീവമാണ് എന്നുള്ളൊരു മറുപടിയും ആണ് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും യോഗം അല്പസമയത്തിനകം തന്നെ ഇവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതാക്കന്മാരൊക്കെയും ഇവിടെ എത്തി തുടങ്ങുകയാണ്.